ഐ വിൽ ഫൈൻഡ് യു ഒരു വളരെ നല്ല ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് അല്ല ക്രൈം മിസ്റ്ററി സീരീസ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു 7-8 എപ്പിസോഡുള്ളത് നിങ്ങൾ കണ്ടു നോക്കി നിങ്ങൾക്ക് വൃത്തിയായിരിക്കും തോന്നുന്നത്. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫാസ്റ്റ് തന്നെ ഐ വിൽ ഫൈൻഡ് ആ പേരിൽ തന്നെ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഒരു അന്വേഷണാത്മകത, പക്ഷെ അതിലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെന്നുള്ളൊരു തോന്നൽ, ഒരു ഗട്ട് ഫീലിംഗ്. അങ്ങനെയാണ് ഞാൻ ഈ സീരീസിലേക്ക് എത്തിയത്. സീരീസിന്റെ ഒരു സിനോപ്സിസിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയാ, ഇതില് സ്വന്തം മകനെ കൊന്നു ആരോപിച്ച് ശിക്ഷ വിധിച്ച്, മകനെ പള്ളിയിൽ അടക്കം കഴിഞ്ഞിട്ടുണ്ട്, ശിക്ഷ വിധിച്ച് ഈ പറഞ്ഞ നായകനായിട്ടുള്ള ഫാദർ ജയിലിലാണ്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരു തെളിവ് ലഭിക്കുകയാണ് ഈ പറയപ്പെടുന്ന മകൻ ഇപ്പോഴും ജീവനോട് ഉണ്ടെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും കണ്ടെത്തണതും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം. എന്താണ് ശരിക്കും നടന്നത്, എന്താണ് യഥാർത്ഥ സത്യം, അതാണ് ഈ ഒരു സീരീസിലൂടെ ഒരു ചുരുളഴിക്കാൻ നോക്കണത്. ഇതിലത്തെ കുറെ കഥാപാത്രങ്ങളുണ്ട്. ഇതില് ആ കഥാപാത്രങ്ങൾക്ക് ഒരു 5 കൊല്ലത്ത് മുമ്പും 5 കൊല്ലം ശേഷം ഇപ്പൊ പ്രസന്റിലും ഉണ്ടായ മാറ്റങ്ങൾ കാണിക്കുക. ആ 5 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പ്ലോട്ട് വൈസുകളായിട്ടുള്ള കഥയ്ക്ക് വരുന്ന മാറ്റങ്ങൾ, കഥാപാത്രങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ, ട്വിസ്റ്റുകൾ, കാര്യങ്ങളൊക്കെയാണ് ഇതിനെ ഈ സീരീസിനെ ഇങ്ങനെ ഒരു ഹൈ മൊമെന്റിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അത് നല്ല മേക്കിംഗ്, നല്ല ആക്ടിങ് ക്വാളിറ്റി. അതിൽ സാം വർത്തികിടൻ, നമ്മുടെ അവതാറിലൊക്കെ ഉള്ള സാം വർത്തികിടൻ, ബ്രിറ്റ് ലോവർ ആണ് ഇതില് മറ്റേ സെവർനറ്റ് സീരീസിലൊക്കെ ഉള്ളത്. അവരാണ് ഇതിൽ മെയിൻ റോള് വരുന്നത്. പിന്നെ ഇതിലത്തെ കഥാപാത്രം ആയിട്ട് ഒരു സീനിയർ പോലീസ് ഓഫീസറും ഒരു ജൂനിയർ പോലീസ് ഓഫീസറും ആയിട്ട് ഒരു വയസ്സായ ആളും ഒരു ചെറുപ്പക്കാരും, അവരുടെ തമ്മിലുള്ള ഒരു ഡൈനാമിക് ഡുവും അവരുടെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൂ അനലൈസ് ചെയ്ത് കണ്ടെത്തനെക്കാട്ടുപരി അവർ സിറ്റുവേഷനിൽ EQ ഉപയോഗിച്ച് ജഡ്ജ് ചെയ്ത് ടാക്ടിക്കൽ എന്താ പറയാ ബ്രില്യൻസ്, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ബ്രില്യൻസിലൂടെ ക്ലൂസ് കണ്ടെത്തി പോകുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ സീനിയറിന്റെയും ജൂനിയർ പോലീസ് ഓഫീസറുടെയും ഒരു രീതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ നായകൻ ലോ പഠിച്ച ആളാണ്. അപ്പൊ ആൾക്കും ഒരു ഇന്റലിജൻസ് ഉണ്ട്, ആളെ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ആളെ സഹായിക്കുന്നത് ആളുടെ എക്സ് ആയിട്ടുള്ള വൈഫിന്റെ പെങ്ങളാണ്. ആ പെങ്ങള് ഇപ്പൊ ഒരു മുമ്പ് റിപ്പോർട്ടർ ആയിരുന്നു, ഇപ്പൊ റിപ്പോർട്ടർ അല്ല. അപ്പൊ ഇവർ ചേർന്നിട്ട് ഇവരൊക്കെയാണ് ഇതിൽ അന്വേഷണം ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ജീവിതത്തിൽ എന്താണ് 5 കൊല്ലം മുമ്പ് സംഭവിച്ചത്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അതിലേക്ക് അവരെങ്ങനെ എത്തുന്നു, അപ്പൊ ഉണ്ടാവുന്ന നിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ, കുറെ ട്വിസ്റ്റുകൾ. അതായത് നമ്മളിങ്ങനെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടും. മ്യൂസിക് ആണെങ്കിലും ഇവൻ ചില ഷോട്ടുകൾ, ചില ചേസിങ്, അതൊക്കെ വളരെ ഒരു ഹോളിവുഡ് ലെവൽ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ലെവലിൽ തന്നെ അവർ ചില സീനുകൾ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇമോഷണൽ ബോണ്ട് ഭയങ്കരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേരത്തെ പറഞ്ഞ പോലത്തെ ആ സീനിയർ പോലീസ് ഓഫീസറിന്റെയും ജൂനിയർ പോലീസ് ഓഫീസറിന്റെയും തമ്മിലുള്ള അവരുടെ ഒരു ബോണ്ട്, അവരുടെ ഒരു കെമിസ്ട്രി, അതൊരു പ്രത്യേകതരം കെമിസ്ട്രിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ സീരീസ് കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു വൃത്തിയായിരിക്കും വിചാരിക്കുന്നു. ഒരു മിനി സീരീസ് ആണ്, TV മിനി സീരീസ്, 8 എപ്പിസോഡുകളോളം. അപ്പൊ അതിൽ തന്നെ കൺക്ലൂഷൻ ഉണ്ട്. അപ്പൊ അത് തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തിയായിരിക്കും എനിക്ക് തോന്നുന്നു. കണ്ടു നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.